അഞ്ജു ജയപ്രകാശ്, സുനീഷ പറഞ്ഞത് തന്നെയാണ് വി ജോയിയും പറയുന്നത്. രണ്ടുപേരുടെയും സ്വരം ഒരേപോലെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ? ഇത്രയും ആത്മവിശ്വാസം അവർക്കുള്ളപ്പോൾ കേന്ദ്രമന്ത്രിയെ ഇറക്കിയിരിക്കുകയാണ് അഞ്ജു. അവിടെ കളം പിടിക്കുമോ? സുജിയ, പക്ഷേ 2019 ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2024 സസ്പെൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് BJP ആറ്റിങ്ങലിൽ പ്രചരണ പരിപാടികളുമായിട്ട് മുൻപോട്ടേക്ക് പോകുന്നത്. ആഞ്ഞു പിടിച്ചാൽ ആറ്റിങ്ങലും പോരും എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവാൻ കാരണം ആറ്റിങ്ങലിൽ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്തവാക്യമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. MLA ആയിക്കോട്ടെ, മുൻ MP, നിലവിലെ MP ആയിക്കോട്ടെ, ഇവരെ എതിരിടാൻ കേന്ദ്രമന്ത്രിയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് അത് എത്രത്തോളം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ അത് BJPയും വെച്ച് പുലർത്തുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം 2014 കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 2014 ഗിരിജാകുമാരി നേടിയ വോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 90,000 വോട്ടുകളാണ് ഗിരിജാകുമാരി നേടിയിട്ടുള്ളത്. പക്ഷേ ഈ ശബരിമല വിഷയങ്ങളൊക്കെ ആളിപ്പടരുന്ന സമയത്ത് കളത്തിലിറങ്ങി കളം പിടിച്ചത് ശോഭാ സുരേന്ദ്രനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേടിയ വോട്ടുകളുടെ എണ്ണം 2,48,081 വോട്ടുകളാണ്. അതായത് 2014 10.53% വോട്ടുകളാണെങ്കിൽ 2019 എത്തുമ്പോൾ അത് 23% കൂടുതൽ എത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വോട്ടുകൾ ആ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങി പിടിച്ചു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തവണ ഇറക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതൽ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അത് ഈ മണ്ഡലം, ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് അത് നേരത്തെ ഈ അമീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു ഈഴവ വോട്ടുകളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. പക്ഷേ അവിടെ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നായർ വോട്ടുകളും അതിൽ ജയപരാജയങ്ങൾക്ക് ഒരു നിർണായക ഘടകമാകും എന്നത് തന്നെയാണ് വി മുരളീധരൻ കരുതുന്നത്. കാരണം ഈ NSSുമായിട്ടുള്ള കുറച്ചു കാലത്തെ വി മുരളീധരന്റെ അടുപ്പം ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ നായർ വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാൻ ഒരു ഘടകമായിട്ട് അത് മാറുമെന്നൊരു വിശ്വാസമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നും പ്രചരണത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, അതായത് അത് കേന്ദ്ര പദ്ധതികളാണ്. കേന്ദ്ര പദ്ധതികൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തി എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആ പദ്ധതികളിൽ ഗുണഭോക്താക്കളായിരിക്കുന്നത് എന്ന് BJP പറയുമ്പോൾ ആ ഗുണഭോക്താക്കളായിരിക്കുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ അത് തങ്ങളിലേക്ക് എത്തുമെന്നൊരു ശുഭപ്രതീക്ഷ അതുകൂടി വി മുരളീധരനെ ഇറക്കി മുന്നോട്ട് വെക്കുമ്പോൾ അവർ അത്തരത്തിലൊരു പ്രതീക്ഷ കൂടി വെക്കുന്നുണ്ട്. ഇത്രയും അതായത് BJP ക്യാമ്പിന്റെ പ്രതീക്ഷയാണ് അഞ്ജു റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രതീക്ഷ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി വി മുരളീധരനുണ്ടോ? കാരണം കളത്തിൽ നേരിടേണ്ടത് കരുത്തരെയാണ്. അതിന് അവർക്ക് പാർട്ടി വോട്ടുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ അവിടെയുള്ള 2 കക്ഷികളെയാണ് നേരിടേണ്ടത്. CPIM-നെയും നേരിടണം, അതുപോലെ തന്നെ കോൺഗ്രസിനെയും നേരിടണം. അതത്ര എളുപ്പമാണോ? വി മുരളീധരൻ എന്താണ് പറയാനുള്ളത്? കേൾക്കാം. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ആറ്റിങ്ങലിൽ നിന്നുണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഏറെ വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MPക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. MP ലാഡ് ഫണ്ട് എന്തായാലും അവർക്ക് ചിലവാക്കാൻ പറ്റും. അതിനപ്പുറത്ത് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഭരണകക്ഷിയുടെ ഭാഗമായിരിക്കുന്ന ഒരു MP, അങ്ങനെ ഒരു MPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഓക്കെ അഞ്ജു, അതായത് MP ഫണ്ട് മാത്രമേ മറ്റു 2 പേർ ജയിച്ചാൽ ചെലവാക്കാൻ കഴിയൂ. അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള ഒരു വാഗ്ദാനം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അത് തന്നെയാണ് സുജയ ബി മുരളീധരന്റെ ആത്മവിശ്വാസവും BJP ക്യാമ്പിന്റെ ആത്മവിശ്വാസവും. കാരണം 2016 ഈ കഴക്കൂട്ടത്ത് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന്റെ MA വാഹിദിനെ മറികടന്നുകൊണ്ട് ബി മുരളീധരൻ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമായിരുന്നു. അത് തന്നെ ആറ്റിങ്ങലും ഒരുപക്ഷെ സ്വാധീനിച്ചാൽ ഇപ്പോൾ ബോണസ് ആയിട്ടുള്ള ദേശീയപാത നിർമ്മാണം, ചില പദ്ധതികൾ, ആ പദ്ധതികളുടെ അതെ അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് എത്തിയ വി മുരളീധരൻ അന്ന് ആ വ്യക്തിപ്രഭാവമാണ് ഏറ്റവും കൂടുതൽ ഗുണമായത് എന്ന് വിശ്വസിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അതേ വ്യക്തിപ്രഭാവം ഗുണമാകുമെന്നൊരു പ്രതീക്ഷ അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. കാരണം മോദി അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എത്ര തവണ കേരളത്തിലേക്ക് വന്നു എന്ന് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സന്ദർശനങ്ങളുണ്ട്. അഞ്ജു പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു.